വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931 200 916. മലവെള്ളപ്പാച്ചിലിൽ പുന്നപ്പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയി. വഴിക്കടവ് വനത്തിനുള്ളിലെ ആദിവാസി നഗറുകളിലെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ശക്തമായി പെയ്ത മഴയെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. ഇതോടെയാണ് പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകളിലെ 34 ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത്. നീലഗിരി വനമേഖലയിൽ കനത്ത മഴ പെയ്തതോടെയാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. രാവിലെയാണ് പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയത് നാട്ടുകാർ അറിയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അധ്യാപക പരിശീലനം കഴിഞ്ഞെത്തിയ പുഞ്ചക്കൊല്ലി നഗറിലെ 2 പേർ പുഴ കടക്കാനാകാതെ കുടുങ്ങി. വഴിക്കടവിനെയും പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകളെയും ബന്ധിച്ചിരുന്ന കോൺക്രീറ്റ് പാലം 2018-ലുണ്ടായ പ്രളയത്തിൽ ഒലിച്ചുപോയിരുന്നു. അതിനുശേഷം മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടമാണ് ഈ പ്രദേശത്തുള്ളവർ പുഴ കടക്കാൻ ഉപയോഗിച്ചു വരുന്നത്. എല്ലാ മഴക്കാലത്തും ഈ പ്രതിസന്ധി ഉണ്ടാവാറുണ്ടെന്നാണ് ഈ മേഖലയിൽ താമസിക്കുന്നവർ പറയുന്നത്. അതേസമയം പകരം ചങ്ങാടം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പുഴയ്ക്ക് കുറുകെ വടം കെട്ടി അതിൽ പിടിച്ചു തൂങ്ങിയെത്തിയ പുഞ്ചക്കൊല്ലി നഗറിൽ നിന്നുള്ള ആദിവാസികളാണ് നാട്ടുകാരുടെയും വനപാലകരുടെയും സഹകരണത്തോടെ പ്രവൃത്തി ആരംഭിച്ചത്. ചങ്ങാടം നിർമ്മാണത്തിനാവശ്യമായ മുളകളെല്ലാം ശരിപ്പെടുത്തുന്ന പണിയാണിപ്പോൾ. ഞായറാഴ്ചയോടെ പുതിയ ചങ്ങാടം പുഴയിൽ ഇറക്കാനാകുമെന്ന് ഇവർ പറയുന്നു. VSS സെക്രട്ടറി സന്തോഷിന്റെ നേതൃത്വത്തിൽ വനപാലകരും ഈന്തൻകുഴിയൻ മുഹമ്മദ് അലി, കൃഷ്ണൻ, തുളസി, ജയൻ, ശബരീശൻ, ഉണ്ണി, രാമചന്ദ്രൻ, സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. കൂടിയ കാരണം ഇപ്പോൾ വെള്ളം പുഴയിൽ അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും മുള പോയി ചുരത്തുമെന്ന് വെട്ടിക്കൊണ്ട് നമുക്ക് ഈ കാരണം കട്ടിട്ട് പോയി, മുളെല്ലാം കട്ടിട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം അടുത്ത പ്രാവശ്യം മുളയും കിട്ടില്ല, ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ഈ പാലം ഒന്ന് എത്തിക്കിട്ടിയാൽ വളരെ നല്ല കാര്യമായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പാടില്ല. ഇന്ന് ഈ കയറമ്പ് കൂടിയൊക്കെ തൂങ്ങി എന്നിട്ട് വണ്ണക്കാരി മുളവെട്ടാൻ പോയി, കട്ടിട്ട് പോയി. ഞാനും പോയി മുളവെട്ടാൻ വരെ കൂടെ രാവിലെ പോയത്. അവിടെ മഴയും കാറ്റും ആ ചുരത്തിൻ്റെ അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഒരാള് ബൈക്ക് തട്ടി ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.